ആദ്യമേ തന്നെ സ്ലീവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതുകൊണ്ട് ഇതേപോലെ എക്സ്ട്രാ എടുത്തതിന്, അതായത് നോർമൽ സ്ലീവിൻ്റെ ആ ലെങ്ത് വെച്ചിട്ട് മധ്യഭാഗം നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെറിയ നോച്ച് കൊടുക്കുക, അതായത് അളവൻ അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അവിടെ തൊട്ടാണ് നമ്മൾ ഇതിൻ്റെ ചെറിയ ചുരുക്കുകളിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതേപോലെ ചെറിയ ചുരുക്കുകളിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതിൻ്റെ കട്ടിങ് വീഡിയോ കഴിഞ്ഞ ഇതിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് പോയി കാണുക. എളുപ്പം എങ്ങനെ ഒരു ലോങ് ടോപ്പ് എങ്ങനെ കട്ട് ചെയ്യാമെന്ന്, ഒരു ലോങ് ബ്ലൗസ് കട്ട് ചെയ്യാമെന്നാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതേപോലെ രണ്ട് സൈഡും ചെറിയ ചുളുക്കുകളിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന് ചെറിയൊരു പട്ട ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സ്ലീവിന്. അതിൻ്റെ ബോർഡർ വെച്ച് ഒരു ചെറിയൊരു പട്ട ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവും ഇതേപോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതേപോലെ പഫായിട്ട് കിട്ടും. കൊച്ചുകുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേപോലെ യോജിക്കുന്ന ഒരു സ്ലീവാണിത്. ഇനി നമുക്ക് കഴുത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അതായത് കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇത് ക്രോസ് പീസാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഒരു 2 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്ത് എടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ സിപ്പ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഒരു സൈഡൊന്ന് കുറച്ച് നമുക്ക് മടക്കി അടിച്ച് എടുക്കുക. എന്നിട്ട് ഇത് ഒരു 15 ഇഞ്ച് ലെങ്ത് എങ്കിലും വേണം ഈ ക്ലോത്തിന്. എന്നിട്ടിതിനെ അതായത് നല്ല വശത്ത് വെച്ചിട്ട് നേരെ വയ്ക്കുക, അതായത് സെൻറ്റർ നോക്കി, ക്ലോത്തിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ മാറിപ്പോകാതിരിക്കാൻ ചെറിയ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്യാം. പിന്നെ സെൻറ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 4 ഇഞ്ച് അതായത് വിഡ്ത്ത് വെച്ച് വേണം നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം സെൻറ്ററിലൂടെ നമുക്ക് കട്ട് ചെയ്യണം. അന്നേരം തയ്യലിലൊന്നും കയറാതെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ടിതിനെ ചീത്ത വശത്തോട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ തിരിച്ചിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കുക. ആ ഭാഗം ഒന്ന് നീറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പതിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സിപ്പ് പിടിപ്പിക്കാം. ഇതേപോലെ സിപ്പ് വെച്ച് അതിൻ്റെ കറക്റ്റായിട്ട് ഒരു 4 ഇഞ്ച് വിട്ട് നമ്മൾ തുണിയോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ അകന്നു പോകാത്ത വിധത്തിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് തിരിച്ചിട്ട് എക്സ്ട്രാ വരുന്ന ആ സിപ്പിൻ്റെ പോർഷൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മൾ അടിയിൽ വെച്ചിട്ട് ആ തുണിയും സിപ്പിൻ്റെ ആ കട്ട് ചെയ്ത പോർഷനോടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. ഇതേപോലെ ചെറുതായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും നീറ്റായി കിട്ടി. ഇനി നമുക്ക് ഇത് ബാക്ക് പാർട്ടാണ്. ഇനി ഫ്രണ്ട് പാർട്ടാണ് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് ചെയ്യുമ്പം നമുക്ക് ഡാർട്ട് കൊടുക്കേണ്ടതുണ്ട്, കഴുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ബാക്ക് പാർട്ടിൽ ചെയ്തതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ഡാർട്ട് കൊടുക്കുക. മുകളിൽ നിന്ന് ഒരു 15 ഇഞ്ച് താഴോട്ട് എടുത്തതിന് ശേഷം വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. പിന്നെ അവിടെ നിന്ന് ഒരു 6.5 ഇഞ്ച് താഴോട്ട് എടുക്കുക. സെൻറ്ററിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് അകത്തോട്ട് എടുക്കുക. എന്നിട്ട് ഡാർട്ട് വരയ്ക്കുക. ഇതേപോലെ ഡാർട്ട് മുകളിൽ നിന്ന് നാരോയിട്ട് വന്നിട്ട് സെൻറ്ററിൽ വീതി കൂട്ടി താഴെ അറ്റം വരുമ്പോഴും നാരോയിട്ട് വേണം നമ്മൾ ഈ ഡാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇങ്ങനെ 2 ഡാർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു.
എന്നിട്ട് ഇതിന് താഴെ ഞാൻ ഈ ഒരു പട്ടയാണ് വയ്ക്കുന്നത്, അതായത് സ്ലീവിന് വെച്ച് ഒരു രീതിയിലുള്ള പട്ടയാണ് ഞാൻ വയ്ക്കുന്നത്. ഈ റോങ് വശത്ത് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തോട്ട് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ പതിച്ചടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ രണ്ട് വശം, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് ചേർത്ത് വെച്ച് ഷോൾഡർ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷം കഴുത്ത് നമ്മൾ ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാത്തക്ക ലെവലിൽ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവിൻ്റെ സെൻറ്ററൊക്കെ അടയാളപ്പെടുത്തിയിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്യുക. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ കട്ടിങ് വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുമ്പോൾ മാത്രമേ ക്ലിയർ ആവുകയുള്ളൂ. താഴെ വരുമ്പോൾ നമ്മൾ ഒരു 3 ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് കൊണ്ടുവന്ന് നിർത്തുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡും. അതെന്തിനാണെന്ന് വെച്ചാൽ സൈഡ് ചെറിയൊരു സ്ലിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിലും ആ ചെറിയൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ആ ബ്ലൗസ് ഫിനിഷ് ആയിട്ടുണ്ട്. ചെറിയ സ്റ്റോൺ വെച്ച് ഞാൻ ഇതേപോലെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.